ആന്റി ചോദിച്ചപ്പോ ഞാൻ കേട്ടില്ലായിരുന്നു. കുഴപ്പമില്ല. എന്നാലും ചെയ്യണോ? കുഴപ്പമില്ല. ആദ്യം സാറ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് പിന്നീട് ബാക്കിയുള്ള വിഷയങ്ങൾ പറയുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ ഇന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ഉള്ളത്തിൽ ഇന്നു വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാപിക്കു ബോധനമേകണമേ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, ആദിഭൂവിൽ ജീവൻ നിറച്ചായതുപോലാകുവാൻ ആത്മമാരി ചൊരിയണമാദിനാഥനെ, കൊണ്ടു നിന്നെ വേണ്ടും നേരം പണ്ടു ശുദ്ധന്മാർ ഉണ്ടെന്നുള്ളിൽ കത്തും കാനൽ കാറ്റടിക്കുമ്പോ, കൊണ്ടു നിന്നെ വേണ്ടും നേരം പണ്ടു ശുദ്ധന്മാർ ഉണ്ടെന്നുള്ളിൽ കത്തും കാനൽ കാറ്റടിക്കുമ്പോ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, വെള്ളത്തിൻ മീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ഉള്ളത്തിൽ ഇന്ന് വന്നു നിറയണമേ, കൊള്ളുവാനിടമില്ലാതൊഴുകണമേ, ദാഹിക്കും ദേഹി കുളിരണിയണമേ, പാപിക്കു മോചനമേകണമേ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ, സത്യരൂപിയാം നിത്യദൈവമേ, കത്തിപ്പടരണമിവിടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു സേറ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. തന്നിരിക്കുന്ന താലന്തുകളെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ദാസൻ പാസ്റ്റർ ബിജു മാത്യുവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ വചനം സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് ഹൃദ്യമായി സംസാരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ആ ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രയർ ലൈൻ നേതൃത്വം കൊടുക്കുന്ന ബിജിയെയും കുടുംബത്തെ ഓർത്ത് സാജനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവ് നമ്മളെ ഇവിടെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അതിൽ
അത് ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രികാലം നന്ദിയോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. വചനത്തിന്റെ കർത്താവ് വിടുതലിന്റെ ശബ്ദം കേൾക്കാൻ രാത്രികാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥനയുണ്ടായ സ്തോത്രം ഒരു ക്രമേമാനോ മഹത്വെടുക്കണമെന്ന് യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കുമാറാണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസ്യ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യു ഇനിയുള്ള സമയം നമ്മളോട് ദൈവവചനത്തിന് സംസാരിക്കും. അതിനുശേഷം തുടർന്ന് നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ബിജു മാത്യുവിനെ ഓക്ലഹോമ പ്രേരണയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി കാലം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ഈ പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ കർത്തൃപാദപീഠത്തിൽ വിഷയങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്കായി നമ്മുടെ കാതുകളെ ഏകാഗ്രമാക്കി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലായിരിക്കാനും കൃപയാൽ ദൈവം നമുക്ക് ഈ പട്ടണത്തിൽ തന്നിട്ടുള്ള അവസരത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം പിന്നെയും ധാരാളമായി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ മുമ്പിലുള്ള ശിഷ്ടമായിട്ടുള്ള ചില സമയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വചന ധ്യാനത്തിനായിട്ടുള്ള സമയമാണല്ലോ. വേഗത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ തന്ന ഒരു ചിന്ത, ഒരു വേദഭാഗം വായിച്ച് വേഗത്തിൽ ചില ആലോചനകൾ പങ്കുവെച്ച് നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ സുവിശേഷ ഭാഗങ്ങൾ നാം ഓരോ അധ്യായങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു താൻ ഈ ഭൂലോക ജീവിതത്തിൽ തന്റെ ഈ ലോകവാസത്തിൽ തന്റെ ശരീരത്തിൽ താൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ താൻ ചെയ്ത അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവൃത്തികളുടെയും നീണ്ട ഒരു ലിസ്റ്റും തന്റെ പഠിപ്പിക്കലുകളും തന്റെ ശുശ്രൂഷകളും ഒക്കെ വിശദമായി വിവരിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യേശു തന്റെ ശുശ്രൂഷകളിൽ താൻ പരമപ്രധാനമായി ചെയ്ത പല കാര്യങ്ങൾ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ സിനോപ്റ്റിക് ഗോസ്പൽസ് നാം വായിക്കുന്നു. എന്നാൽ വേറിട്ട് നിൽക്കുന്ന ഒരു പുസ്തകമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു പ്രധാനമായിട്ട് ഒരു അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒരുമിച്ച് കൊണ്ടുപോയി ചില ഭാഗങ്ങൾ ധ്യാനിപ്പാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. പ്രധാനമായിട്ട് ഈ അധ്യായത്തിന്റെ മൊത്തം പ്രധാനമായിട്ടുള്ള കഥാപാത്രം ഒരു കുരുടനാണ്. വാസ്തവത്തിൽ ദൈവവചനത്തിന് അതിന്റെ വരികൾ, അതിനകത്ത് ദൈവം സ്ഥലം വേർതിരിക്കുന്നതിനകത്ത് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ഒരുപക്ഷെ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം ഈ വസ്തുതകളെ, സാഹചര്യങ്ങളെയും വിഷയങ്ങളെയും ഒക്കെ കാണുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. നാം പലപ്പോഴും അറിയുവാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും നമുക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളും ദൈവത്തിന് പ്രാധാന്യമുള്ള വിഷയങ്ങളാകണമെന്നില്ല. നാം യേശു പങ്കെടുത്ത ഏറ്റവും പ്രാധാന്യമായി യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത കാനാവിലെ കല്യാണത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒന്നാമത് ആ വീട്ടിലെ അന്ന് വിവാഹിതരാകുന്ന വരനെക്കുറിച്ചും വധുവിനെക്കുറിച്ചും പിന്നെ ഭക്ഷണത്തെക്കുറിച്ചും പിന്നെ വീട്ടുകാരെക്കുറിച്ചും പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും വന്നവരെ പോയവരെ കുറിച്ചൊക്കെ പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. അത് പറയാതെ ഒരു വിവാഹകാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതെന്താണ് എന്ന് ചോദിക്കാൻ ഒരു പക്ഷേ നമുക്ക് കൂടുതൽ ജിജ്ഞാസയുണ്ടാകും. ദൈവവചനത്തിന്റെ കാഴ്ചപ്പാടിൽ അവരൊന്നുമല്ല പ്രാധാന്യം. ദൈവവചനത്തിൽ ആ കുടുംബത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് യേശു എന്തു ചെയ്തു എന്നുള്ളതാണ് ദൈവവചനത്തിന് പ്രാധാന്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്ക് മാനുഷികമായിട്ട് ഓരോ വിഷയത്തെ കാണുന്ന ചില അപ്രോച്ചുണ്ട്, നമുക്ക് പ്രാധാന്യമായിട്ട് നാം കാണുന്ന വിഷയങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഓരോ വിഷയങ്ങളെയും കാണുന്ന ഒരു രീതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തുവാൻ ഒരല്പം സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം അത്രമാത്രം പ്രാധാന്യത്തോടൊരു വിഷയത്തെ കാണുമ്പോഴാണ് അതിനുവേണ്ടി ചില വരികൾ എഴുതുവാൻ, ചില വാചകങ്ങൾ എഴുതുവാൻ, ഒരു പാരഗ്രാഫോ ഒരു ചാപ്റ്ററോ മാറ്റിവെക്കുവാൻ ദൈവം മനസ്സുവെക്കുന്നത്. വിശേഷ ഭാഗങ്ങളിൽ ഒരു വരിയിൽ മാത്രം പറഞ്ഞു പോയ അല്ലെങ്കിൽ
വിശദാംശങ്ങൾ പറയാതെ പോയ എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ കർത്താവിന് അതിന് പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ താളുകൾ വേർതിരിച്ച് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമായിരുന്നു. എന്നാൽ ലോകത്തിൽ ഒട്ടും പ്രാധാന്യമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവവചനത്തിന്റെ ഒരധ്യായം മുഴുവൻ മാറ്റിവെച്ചു എന്നത് നാം കാണുമ്പോൾ ദൈവം ഒരു വ്യക്തിയെയും ഒരു സംഭവത്തെയും എത്ര പ്രാധാന്യത്തോടുകൂടി കാണുന്നു എന്നത് നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 1 അതിന്റെ വാക്യം അതിന്റെ 41 വാക്യങ്ങൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വിശദീകരിക്കുകയാണ്. ലോകത്തിൽ ഒട്ടും പ്രാധാന്യമില്ലാത്തൊരു വ്യക്തി, ഒരു കുരുടൻ. ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ജന്മന കുരുടനായി പിറന്നവൻ. പക്ഷേ ഇന്ന് ദൈവത്തിന് ആ വ്യക്തി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരധ്യായം തന്നെ ആ വ്യക്തിയെക്കുറിച്ച് വിവരിപ്പാൻ ദൈവവചനം മാറ്റിവെച്ചു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏത് അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നവരാണെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നാം ദൈവത്തിന് പ്രാധാന്യമുള്ളവരാണ് എന്ന് നാം മറന്നുപോകല്ലേ. യേശു കൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു ബഥാനിയിലെ ലാസറിന്റെ, മാർത്തയുടെ, മറിയയുടെ ഒക്കെ വീട്. അവർ പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് നമുക്കറിയാം, വിശദീകരണം ആവശ്യമില്ല. എന്നാൽ പിന്നീട് ആ സംഭവത്തെ, അവിടെ ആ ഭവനത്തെക്കുറിച്ച്, ആ ദേശത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ ആ ദേശം ഇന്ന് അറിയപ്പെടുന്നത് ബഥാനിയിലെ ലാസറിന്റെ, മാർത്തയുടെ, മറിയയുടെ എന്ന പേരിലാണ്. കർത്താവിന്റെ വചനം പിന്നെ ആ ദേശത്തെ വിളിക്കുന്നത് ആ കുടുംബത്തിന്റെ പേരിലൂടെ കൂടിയാണ്. എന്താ കാര്യം? അവരുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ കടന്നുപോയെങ്കിലും, അവർ വിഷയങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഇന്ന് അവർ കർത്താവിന് പ്രിയരായതുകൊണ്ട് ആ ദേശത്തിന്റെ പേര് ഇന്ന് കർത്താവിന്റെ ദൃഷ്ടിയിൽ അവരുടെ നാമത്തിൽ അവരുടെയിലൂടെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ഒരു ഭാവനയിൽ ഇന്ന് സ്വർഗത്തിൽ നിന്ന് ഒരാലോചനയുമായി, ഒരു ദൗത്യവുമായി ദൈവം ഒരു ദൂതനെ അയച്ചാൽ ദൈവം അവരോട് കൽപ്പിച്ചാക്കുമ്പോൾ പറയുന്നത് ബഥാന്യ എന്ന് പറയുന്നതിനേക്കാൾ മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഗ്രാമമായ ബഥാന്യ എന്ന് പറയുന്നതാണ് സ്വർഗത്തിന് ഇഷ്ടം. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിപ്പാൻ ഭാഗ്യമുണ്ടാകുന്ന ദൈവമക്കൾക്ക് അത് കർത്താവിന്റെ ദൃഷ്ടിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറുന്നു എന്നുള്ളത് നാം എത്ര ഹൃദ്യമായി ഓർക്കേണ്ടത് വിഷയമാണ്. നാം ഇവിടെ പറഞ്ഞു വരുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഒരു കുരുടനെ കുറിച്ച് വായിക്കുന്നു. നാം വളരെ ചുരുക്കമായി, എനിക്ക് ലഭ്യമായ സമയത്തിനകത്ത് നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട ചില ചിന്തകൾ മാത്രം കമ്പിവാചകത്തിൽ പറഞ്ഞു വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ 1-ാം വാക്യം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ഒന്നാമത് യേശു ഒരു വ്യക്തിയെ കാണുന്നത് അവിടെ പറയുന്നു. അവൻ കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ അവൻ മാത്രമല്ല പോയത്, അവർ എല്ലാം കൂടെയാ പോയത്. പക്ഷേ അവൻ മാത്രമേ അത് കണ്ടുള്ളൂ. അവൻ മാത്രം കണ്ടു ഈ വ്യക്തിയുടെ അവസ്ഥ. അപ്പോൾ അവൻ പിറവിയിലെ കുരുടനായിരിക്കുന്ന അവസ്ഥ യേശു കണ്ടു. ഒരു പറ്റം ജനത്തിന്റെ കൂടെയാണ് യേശു ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. പ്രധാനമായിട്ട് അവിടുത്തെ സംഭാഷണ ഭാഗങ്ങൾ നമുക്കറിയാം. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ശിഷ്യന്മാർ കൂടെയുണ്ട്, ഇടത്തും വലത്തും സൈഡിലുമൊക്കെ ആയിട്ട് അവർ നിൽപ്പുണ്ട്. അവരെല്ലാവരും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു. അവരെല്ലാവരുടെയും ചുറ്റുപാടുള്ള സാഹചര്യം ഒന്നു തന്നെയാണെങ്കിലും യേശു ഒരു പർട്ടിക്കുലറായിട്ട് ഒരു വ്യക്തിയെ കാണുകയാണ്. അത് ഒരുപക്ഷെ മറ്റൊരാൾ കാണുന്ന രീതിയിലല്ല, മറ്റൊരാൾ ഒരു വ്യക്തിയെ അറിയുന്നത് പോലെയല്ല. നാം ദൈവവചനത്തിലെല്ലാം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. അത് കർത്താവിന്റെ പ്രാധാന്യത, നമ്മുടെ യേശുവിന്റെ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിന്റെ ഉള്ള അവസ്ഥ അറിയാൻ അവന് കഴിയും എന്നുള്ളതാണ്. ചുറ്റുപാടുള്ളവർക്ക്, കണ്ണുള്ളവർക്കും കാഴ്ചയുണ്ടെന്ന് പറയുന്നവർക്കും കാണാൻ കഴിയാത്ത പലതും നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിലും പ്രയർ ലൈനിൽ നമ്മൾ പരസ്പരം കാണുന്നില്ലെങ്കിലും, പരസ്പരം അറിയുന്നില്ലെങ്കിലും, സാഹചര്യങ്ങൾ അറിയുന്നില്ലെങ്കിലും, വിഷയങ്ങൾ അറിയുന്നില്ലെങ്കിലും, ഇന്ന് രാത്രി ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ഒരു യാഥാർത്ഥ്യം ഇതിന്റെ മുഖവരിയിൽ ഞാൻ പ്രസ്താവിക്കേണ്ട ദൈവമക്കളെ, നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് നാം ഇരിക്കുന്നത്. ചുറ്റുപാടുകൾ ആരും നമ്മെ അറിയാത്തപ്പോഴും, ലോകത്തിൽ വേറെ ഒരു വ്യക്തിയും നമ്മെ അറിയാത്ത വിഷയവും, നമ്മളിൽ ഉള്ള ആ സാഹചര്യത്തെ, യഥാർത്ഥ അവസ്ഥയെ
നന്നായി അറിയുന്ന സർവശക്തന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം ഇന്ന് പകൽക്കാലം ഈ രാത്രി നമ്മെ ഭരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് യേശു അവനെ കണ്ടു. ഓർക്കുക, അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. പക്ഷെ അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങി യേശു അവനെ കണ്ട വിഷയം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി നാം ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ അടുത്തത് ഒരു ചോദ്യമാണ് നമ്മുടെ കാണുന്നത്. അപ്പോൾ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. യേശു ഒരു വ്യക്തിയെ കാണുന്നു, പക്ഷെ യേശു ചോദ്യം ചോദിക്കുന്നില്ല, യേശു സംഭാഷിക്കുന്നില്ല. യേശു ഒരു വ്യക്തിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് അവന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുവാനായി ഒരു സാഹചര്യം അന്വേഷിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരുപക്ഷെ യേശുവിനെ വിടുവിപ്പാൻ, കാരണം മുമ്പ് മറ്റ് ഇതേ സുവിശേഷ ഭാഗത്ത് തന്നെ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ അരികിലേക്ക് പോകുന്ന ആ വസ്തുത നാം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെ യേശു ആ അവസ്ഥയെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണ് അവനെ വിടുവിക്കുവാനായിട്ട്. ഞാൻ ചിന്തിക്കുന്നു, ഈ വ്യക്തിയുടെയും അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് യേശു ഇപ്പോൾ അവനെ വിടുവിക്കുവാനായിട്ട് എന്ത് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഒരുപക്ഷെ മനസ്സിൽ യേശു ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്. ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അവിടെ നാം വായിക്കുന്നത് 2-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത് യേശു എന്ന ഈ വ്യക്തി താൻ ഒരു വ്യക്തിയെ കാണേണ്ട അവസ്ഥയിൽ കണ്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാതെ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അടുത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാര് ചോദ്യവുമായിട്ട് അവർ വരികയാണ്. അവർ ചിലത് കണ്ടു എങ്കിലും കാണേണ്ടതുപോലെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. അവർക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് 2 ചോദ്യങ്ങൾ അവർ മുമ്പിൽ വെച്ചു. ഒന്ന്, ഇവൻ ഇങ്ങനെ പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? നാം ഇന്ന് അധിവസിക്കുന്ന ലോകം ചോദ്യങ്ങളുടെ ഒരു ലോകമാണ്. എന്ത് കണ്ടാലും ചോദിക്കാൻ മനസ്സുള്ള, ചോദ്യം ചോദിക്കുന്ന, അത് പുറത്തു പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ 1000 ചോദ്യങ്ങളുമായി നടക്കുന്നവരാണ് ഒരുപക്ഷെ നമ്മുടെ ഇടത്തും വലത്തുമൊക്കെ യാത്ര ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരും. അവർക്കൊക്കെ അറിയേണ്ടുന്നത് കർത്താവേ ഇതിനൊരു വിടുതലുണ്ടോ എന്നുള്ളതല്ല, അവർക്കൊക്കെ അറിയേണ്ടുന്നത് ആരുടെ പാപം നിമിത്തം ഇത് സംഭവിച്ചു, ഇവൻ എന്താ ഇങ്ങനെ വരാൻ കാര്യം, ഈ കുടുംബം ഇങ്ങനെ ആകാൻ കാരണം എന്താ, ഈ വ്യക്തിയുടെ ജോലി പോകാൻ കാരണം എന്താ, ഈ വ്യക്തി ഇങ്ങനെ കഷ്ടം അനുഭവിക്കാൻ കാരണം എന്താ, ഈ വ്യക്തി ഇങ്ങനെ രോഗിയാകാൻ കാരണം എന്താ, ഈ കുടുംബം ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം എന്താ. ഒത്തിരി ചോദ്യങ്ങൾ മനുഷ്യൻ മനസ്സിൽ കരുതി കൊണ്ടുപോകുന്നവരാണ്. ഇനി ഇവിടെ വളരെ പർട്ടിക്കുലർ ആയിട്ടൊരു ചോദ്യമാണ്. 2 ചോദ്യങ്ങൾ നാം വായിക്കുന്നു. അവിടെ ഇവനാണോ കാരണക്കാരൻ അതോ ഇവന്റെ അമ്മയപ്പന്മാരാണോ എന്ന് പറഞ്ഞാൽ, ഇവൻ ചെയ്ത പാപം കൊണ്ട് ഇവൻ നിമിത്തം ആണോ ഇത് സംഭവിച്ചത്? അതല്ല, ഇവന്റെ അമ്മയപ്പന്മാർ നിമിത്തം അവരുടെ ശാപം കൊണ്ടുണ്ടായതാണോ? അവൻ ജന്മനാ കുരുടനായി പിറന്നു എന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അവന്റെ അമ്മയപ്പന്മാരുടെ പാപം നിമിത്തമാണോ ഇവൻ ഇങ്ങനെ പിറക്കുവാൻ കാരണമായത്? കാരണം അന്ന് ഒരു പക്ഷേ പഴയ നിയമ കാഴ്ചപ്പാടിൽ ഇന്നത്തേതുപോലെ തന്നെ, പ്രത്യേകിച്ച് ചില സമൂഹങ്ങളിൽ ഉള്ളതുപോലെ തന്നെ, ഏതൊരു വിഷയത്തെയും അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു പശ്ചാത്തലത്തോട്, ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് കണക്ട് ചെയ്ത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവർക്കൊരു ആൻസർ വേണം. അവർക്ക് വേണ്ടുന്ന ആൻസർ വിടുതലല്ല, അവർ അതിനൊരു ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ ഈ കേൾക്കുന്ന പലരും ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരായിരിക്കാം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ആർക്കെതിരെയെങ്കിലും ഒരു ചോദ്യം ഉയരുന്നു എങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിന് നാം ഫുൾ സ്റ്റോപ്പ് ഇടണം. നമുക്കൊരൊറ്റ ചോദ്യമേ ദൈവത്തോടും ദൈവസന്നിധിയിലും ചോദിക്കാനായിട്ടുണ്ടാകൂ. കർത്താവേ, നിന്റെ കരം എപ്പോഴാ വെളിപ്പെടുന്നത്? നിന്റെ മഹത്വത്തിന്റെ കരം എന്റെ സഹോദരിക്ക് വേണ്ടി, എന്റെ സഹോദരന് വേണ്ടി രോഗസൗഖ്യമായി, വിടുതലായി, അത്ഭുതമായി എപ്പോഴാ വെളിപ്പെടുന്നത്? കാരണം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു സമയമുണ്ട്. അത് നമുക്ക് ചോദിക്കാം. കാരണം അത് നമ്മുടെ ജിജ്ഞാസയാണ്, അത് നമ്മുടെ പ്രാർത്ഥനയാണ്, മറ്റൊന്നുമല്ല. കർത്താവേ, നീ വിടുവിച്ചേ മതിയാകൂ എന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അത് ഉയരാം. എന്നാൽ
എന്തെങ്കിലും വിഷയത്തിനൊരു കാരണം കണ്ടെത്തി അതിന് ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തി അത് വേറൊരാളിനെ അതിന് ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ കൈ കഴുകി മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ശ്രമം അത് ഒരിക്കലും എന്റർടൈൻ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇന്ന് രാത്രി ഈ ചോദ്യങ്ങളുടെ നടുവിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഉത്തരം കണ്ടെത്തുവാനും അതിനൊരു പരിഹാരമായി അതിന് മറുപടി പറയുവാനും നാം ബന്ധപ്പെടരുത് എന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമുക്കറിയാവുന്ന ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ നാം ഇന്ന് രാത്രി ആ ഉത്തരം നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റണം. കർത്താവേ, എന്റെ അറിവിൽ ഇന്ന വിഷയത്തിന് ഇന്ന കാരണമുണ്ട് എന്ന് എനിക്കറിയാം എന്ന് ദൈവത്തോട് പറയുന്നത് നല്ലതാണ്. കാരണം അത് ക്രമീകരണത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. എന്നാൽ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരികയില്ല. കാരണം നാം അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന അനേക സംഭവങ്ങൾ അത് ലോകത്തിന്റെ മുമ്പിൽ നിന്ദ്യമായി മാറ്റപ്പെട്ടേക്കാം, നിന്ന വിഷയങ്ങളായേക്കാം. നമ്മുടെ തലയ്ക്കുമീതെ കവിയുന്ന ഭാരത്തിന്റെ വേദനയുടെ നമുക്ക് തന്നെ വഹിപ്പാൻ കഴിയാത്ത, നമുക്ക് തന്നെ മറുപടി പറയുവാൻ കഴിയാത്ത, മറുപടി കണ്ടെത്തുവാൻ കഴിയാത്ത, നമ്മെ വേദനിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, മറുപടി പറയാൻ നാം പോകുമ്പോൾ നമ്മുടെ ദൈവപ്രവൃത്തി അകന്നകന്നു പോകുകയാണ്. ഇന്ന് ലോകത്തിന്റെ ഒരു പ്രവണതയുണ്ട്. ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ വ്യക്തിയോട് 3 മറുപടി എങ്കിലും പറയും. അതല്ല എങ്കിൽ ആ ചോദ്യം ചോദിക്കുന്നവന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ട് അവനോടൊരു 10 ചോദ്യം തിരിച്ചു ചോദിക്കാതെ അടങ്ങുകയില്ല. അപ്പോൾ അവനെയും പറയും, അവന്റെ വീട്ടുകാരെയും പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു ദൈവപ്രവൃത്തി കാണാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി ഓർക്കുക ദൈവമക്കളെ, ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ചോദിക്കട്ടെ, പക്ഷേ മറുപടി പറയേണ്ടുന്നത് നമ്മുടെ കടപ്പാടല്ല. നമുക്ക് ദൈവത്തോടാണ് സംസാരിക്കേണ്ടുന്നത്. ഇന്ന് ലോകത്തിന്റെ ഏത് അനുഭവങ്ങളെ കുറിച്ചാണെങ്കിലും, അത് ആത്മീയ ജീവിതത്തെ കുറിച്ചാണെങ്കിൽ, അത് ദൈവവചനത്തെ കുറിച്ചാണെങ്കിൽ, അത് ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളോ വേദനകളോ ആണെങ്കിൽ, നമ്മുടെ നിരാശയുടെ അനുഭവങ്ങളാണെങ്കിൽ, ഒരുപക്ഷെ കുത്തിയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തിരിച്ചു പ്രതികരിപ്പാൻ ഒരു ചോദ്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി മൗനം പാലിക്കുന്നത്, കർത്താവിന് പ്രവർത്തിപ്പാൻ അവസരം കൊടുക്കുന്നത് എപ്പോഴും ശ്രേഷ്ഠമാണ് എന്ന് നാം മനസ്സിലാക്കുക. സാധാരണ ഞാൻ പറയാറുള്ളൊരു വാചകമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വസ്ത്രത്തിന്മേൽ അല്പം ചേറ് പറ്റിയാൽ നാം നമ്മുടെ നാട്ടിൻപുറത്ത് യാത്ര ചെയ്യുമ്പോൾ നാം ധാരാളം അനുഭവിച്ചിട്ടുണ്ടത്. നാം യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്ത് കിടക്കുന്ന റോഡിലൂടെ അതിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു വാഹനം കടന്നുപോയാൽ വളരെയധികം ചേറടിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴ്ത്താറുണ്ട്. ഒരല്പം ചെറുപറ്റി എന്ന് ചിന്തിക്കുക. അത് നാം തൂക്കാൻ പോയാൽ അത് നമ്മുടെ കയ്യിൽ പറ്റും. അത് നമ്മൾ എവിടെയെല്ലാം ആ കൈ സ്പർശിക്കുന്നോ അവിടെയെല്ലാം പറ്റും. ആ കൈ എത്രമാത്രം വസ്ത്രത്തിന്മേൽ അത് നീണ്ടുപോകുന്നോ അവിടെയെല്ലാം അതിന്റെ പാടുണ്ടാകും. എന്നാൽ അതിനോട് പ്രതികരിക്കാതെ മൗനമായിരുന്നാൽ അല്പസമയം കഴിയുമ്പോൾ ഈ വെയിലിന്റെ ശക്തിയിൽ അതിനകത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോയിട്ട് നാം പോലും അറിയാതെ നമ്മുടെ യാത്രയിൽ തന്നെ ആ ചേറിന്റെ അംശം നമ്മുടെ നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് മാറിപ്പോകും. എപ്പോഴും ജീവിതത്തിൽ ചോദ്യങ്ങളുടെ മുമ്പിൽ മൗനം പാലിക്കാൻ കഴിയുന്നത് ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമാണ് എന്ന് നാം ഓർക്കുക. ഹന്നായുടെ ജീവിതത്തിന്റെ മറുപടി നാം അതാണ് കാണുന്നത്. അവൾക്ക് പ്രതിയോഗിയായി ഒരു വ്യക്തിയുണ്ട്. പക്ഷേ അവൾ മറുപടി പറയാൻ മെനക്കെട്ട് അവിടെ നിൽക്കാതെ അവൾ ദൈവസന്നിധിയിൽ പോയി മുഴങ്കാട് മടക്കി അവൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയത് കൊണ്ട് അവൾ ഒരു യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടവളായിട്ടല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് മറുപടി ഏറ്റെടുത്തവളായി ദൈവസന്നിധിയിൽ നിലനിന്ന് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചരിത്ര താളുകളിൽ, ദൈവവചനത്തിന്റെ താളുകളിൽ തങ്ങളുടെ ദൈവപ്രവർത്തികളുടെ ഒരു ശമൂവേലിനെ ദാനം ചെയ്യാൻ പ്രാപ്തിയുള്ളവളായി ഹന്ന മാറിയത് അവൾ മറുപടി പറയാൻ കാത്തു നിൽക്കാതെ ദൈവത്തോട് കരയാനും പ്രാർത്ഥിക്കാനും മനസ്സുവെച്ചു എന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന, തകർത്ത് കളയുന്ന ദുഷ്ടന്റെ ഒരു പദ്ധതിയാണ് നാം തന്നെ മറുപടി പറയുവാൻ നമ്മെ നിർബന്ധിക്കുന്ന അനുഭവങ്ങൾ. ഇല്ല, ഒരു ദൈവ പൈതൽ ആരോടും മറുപടി പറയണ്ട. ലോകത്തിൽ ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നമുക്ക് പറയാനുള്ളത്, നമ്മെ വിടുവിച്ച, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ മുമ്പിലാണ് കാര്യം ബോധിപ്പിക്കാനായിട്ടുള്ളത്. എപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ചോദ്യങ്ങളുടെ മുമ്പിൽ ദൈവമക്കൾ നെടുമ്പാട് വീണിട്ടുണ്ടോ, അവനോട് കരയാൻ സമയം ചെലവഴിച്ചിട്ടുണ്ടോ, അവരെല്ലാം ലോകത്തിന് മറുപടി കൊടുക്കാൻ അവർ ഇടപെടേണ്ടി വന്നില്ല. ദൈവം അവരെ മറുപടിയാക്കി
നിർത്തുകയാണ് ദൈവം ചെയ്തത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കളെ, നമുക്ക് മറുപടിയായ കർത്താവ് ജീവിക്കുന്നു. അവൻ നമ്മെ കണ്ടു എന്ന് പറഞ്ഞാൽ അവന്റെ പക്കൽ ഒരു മറുപടി അവൻ കണ്ടു എന്നർത്ഥം. അവൻ നമ്മെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിടുതൽ ഓൾറെഡി അവൻ ദർശിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഈ ആലോചനയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നവർ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്നയുടെ, വേദനയുടെ, ഭാരത്തിന്റെ, നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ മറുപടിയുള്ളൂ: മുഴങ്കാലിരിക്കുക, ദൈവസ്ഥനിരിക്കുക. ലോകത്തിൽ മറ്റുള്ളവരോടോ, ലോക ജാതികളോടോ, ലോക മനുഷ്യരോടോ, ആത്മീയരെന്ന് പറയുന്ന ചുറ്റുപാടുള്ള ശിഷ്യന്മാരെന്ന് പറയുന്നവരോടോ ഒരുപക്ഷെ മറുപടി പറഞ്ഞ് സമയം കളയാതെ ആ സമയം കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കാമെങ്കിൽ നാം ജയത്തോടും വിടുതലോടും കൂടെ എഴുന്നേൽപ്പാൻ നമ്മെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകട്ടെ. ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിച്ചു, എന്നാൽ മറുപടി ഇവനല്ല പറഞ്ഞത്, മറുപടി യേശു പറഞ്ഞു. അതെ, നാം മൗനമായിരുന്നാൽ യേശു മറുപടി പറയും. നാം മറുപടി പറയാൻ പോയാൽ നാം കർത്താവിന്റെ വായടയ്ക്കുകയാണ്. നാം തന്നെ എവിടെയൊക്കെ മറുപടി പറയാൻ പോകുന്നോ അവിടെയൊക്കെ കർത്താവിന് പിന്നെ സംസാരിക്കാൻ അവസരമില്ല, മറിച്ച് ദൈവപ്രവൃത്തിക്ക് ഇടവും ഇല്ലാതെ വരും. എന്നാൽ എവിടെയൊക്കെ നാം മൗനം പാലിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് വേണ്ടി ദൈവപ്രവൃത്തി അയക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെ ഇന്ന് രാത്രി വചനം ഇവിടെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല. ഓർക്കുക, വാക്ക് അവൻ പാപം ചെയ്തിട്ടില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്, അവർ പാപം ചെയ്തിട്ടല്ല. ഇപ്പോഴുള്ള നിങ്ങൾ ചോദിക്കുന്ന ഈ പ്രശ്നത്തിന്, ഈ വിഷയത്തിന് റീസണായി വചനം പറയുന്നത് അവരുടെ പാപം നിമിത്തമല്ല ഇത് സംഭവിച്ചത്. എന്നാൽ പാപം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇതിനുള്ള കാരണക്കാര് അവരല്ല. കാരണം അവർ പറയുന്നു, യേശു പറഞ്ഞത് മറിച്ച് ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾ നിമിത്തം സംഭവിച്ചിട്ടുള്ളതിനൊക്കെ നാം തന്നെ സെറ്റിൽമെന്റ് വരുത്തണം. എന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ സ്വർഗം ചില ആ കുരുട്ടിന്റെ അനുഭവങ്ങളോ, ഒരു പക്ഷേ ഒരു മുടന്തിന്റെ അനുഭവങ്ങളോ, ഒരു പക്ഷേ ഒരു മുള്ളിന്റെ അനുഭവങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം അതിന്മേൽ മഹത്വം എടുക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കരുണയുടെ തേജസ്സിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ദൈവം ചെയ്തു തരുവാൻ വിശ്വസ്തനെന്ന് നാം ദൈവമക്കളെ ഓർക്കുക. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിന് മഹത്വം എടുക്കാനുണ്ട്. അതെ, നമ്മുടെ അവസ്ഥകൾ ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്യാമോ? ദൈവത്തിന് ചില വിഷയങ്ങളിൽ മഹത്വം എടുക്കാനുണ്ട്. അതെ, യേശു കാനാവിലെ കല്യാണ വീട്ടിലേക്ക് ചെന്നു, അവിടെ ഒരു കുറവുണ്ടായി. പക്ഷെ അതിന്റെ അവസാന ഭാഗം നാം വായിക്കുന്നത് ഇങ്ങനെ അവൻ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ചിലരുടെ ആ അനുഭവങ്ങളിൽ, ചിലരുടെ ഇല്ലായ്മയുടെ അനുഭവങ്ങളിൽ, നിന്ന് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ, ചില ടെൻഷനൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ സ്വർഗത്തിന് ചില മഹത്വം എടുക്കാനുണ്ട്. ചിലർ ചോദ്യം ചെയ്യാൻ കാരണമായി ഭവിക്കുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സംഭവിക്കുമ്പോൾ കർത്താവിന് മഹത്വം എടുക്കാനുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങൾ കൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നറിഞ്ഞാൽ, ഒന്നാമത് മുമ്പേ പ്രസ്താവിച്ച പോലെ പറയട്ടെ, നാം ചില വിഷയങ്ങൾ സെറ്റിൽ ചെയ്യണം. എന്നാൽ നമുക്കറിയാം നാം സെറ്റിൽ ചെയ്തു, നമ്മുടെ ബെസ്റ്റ് നാം ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നാം പ്രാർത്ഥിക്കുന്നു, നാം ഒന്നും ഇനി പ്രവർത്തിക്കാനില്ല. പക്ഷെ ഇന്ന് രാത്രി മനസ്സിലാക്കുക ദൈവമക്കളെ, അവിടെ നാം ഇനി മൗനമായിരിക്കെ എത്ര കാലം നമുക്കറിയുകയില്ല. ഒരുപക്ഷെ മാസങ്ങളോ വർഷങ്ങളോ എത്ര കാലം ദൈവം നമ്മെ മൗനമായിരിക്കാൻ അനുവദിക്കുമെന്ന് അറിയുകയില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തോട് ഓർമ്മിപ്പിക്കട്ടെ, കർത്താവിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തും, ദൈവത്തിന്റെ തേജസ്സിന്റെ ശക്തി അവൻ വെളിപ്പെടുത്തും. അതെ, ദൈവത്തിന്റെ മഹത്വം എവിടെയൊക്കെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ മനുഷ്യർക്ക് പ്രശംസ കിട്ടിയിട്ടുണ്ട്, മനുഷ്യർ അവരുടെ തല ഉയർത്തിയിട്ടുണ്ട്. കർത്താവ് അതിലൂടെ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതിലൂടെ മനുഷ്യരുടെ നിന്ന ദൈവം മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവം ജീവിക്കുന്നു. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക്, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം കാണുന്നു കുരുടനായ മനുഷ്യൻ. പക്ഷെ ഈ വ്യക്തിയെക്കുറിച്ചും തന്റെ സംഭാഷണത്തെക്കുറിച്ചുമാണ് ഇനി ഈ അധ്യായം മുഴുവൻ വിവരിക്കുന്നത്. നമ്മൾ യേശു അവനെ കണ്ടു, പക്ഷെ യേശുവിനെ അവൻ കണ്ടില്ല. നാം അതിന്റെ ഭാഗങ്ങൾ അങ്ങനെയാണ് വായിക്കുന്നത്. ഇനി യേശുവിന്റെ വാക്കു മാത്രം അവൻ കേട്ടുള്ളൂ. ഞാൻ വായിക്കുന്നില്ല, ഇനി എന്റെ സമയം ചില മിനിറ്റുകൾ മാത്രമേ മുമ്പിലുള്ളൂ. വേഗത്തിൽ പറഞ്ഞു പോകുന്നു. യേശുവിനെ അവൻ കണ്ടില്ല, പക്ഷെ യേശുവിന്റെ വാക്ക് അവൻ കേട്ടു.
യേശു എന്ന പേരവൻ തിരിച്ചറിഞ്ഞു. കാരണം താഴോട്ട് വായിക്കുമ്പോൾ യേശു എന്ന് പേരുള്ള ഒരുവൻ എന്നോട് പറഞ്ഞു എന്ന് യേശു എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എന്ന് താൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇനി വായിച്ചു നോക്കിയാൽ വിശദാംശം മനസ്സിലാകും. അപ്പോൾ യേശുവിനെ അവൻ കണ്ടില്ല, പക്ഷെ യേശുവിനെ കുറിച്ച് അവൻ കേട്ടു. യേശുവിനെ അവൻ കണ്ടില്ല, പക്ഷെ യേശുവിന്റെ സ്പർശനം അവന് ലഭിച്ചു. പക്ഷേ യേശുവിനെ കുറിച്ച് അവൻ യേശുവിനെ കണ്ടില്ലെങ്കിലും യേശുവിനെ കേട്ട, യേശുവിൽ നിന്ന് കേട്ട, യേശുവിന്റെ സ്പർശനം അനുഭവിച്ച ഈ വ്യക്തി ഇന്ന് യേശുവിനെ സാക്ഷിക്കുന്നവനാണ്. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടുന്ന വിശദാംശം അവൻ യേശുവിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങി. അവന്റെ സംഭാഷണം തോന്നിയാൽ കേട്ടാൽ നമുക്ക് മനസ്സിലാവും, ഒരു പക്ഷേ എത്രയോ നാളുകളായിട്ട് അവനെ കർത്താവിനെ അറിയാവുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഇന്ന് ജനിച്ചൊരു ശിശുവായിട്ട് ആർക്കും തോന്നുകയില്ല. എത്ര ധൈര്യത്തോടെ, എത്ര ശക്തമായ ദൂതുകളായി ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്. തന്റെ വാക്കുകൾ പേരൻസിന്റെ സപ്പോർട്ടില്ല, അവര് കൈയൊഴിഞ്ഞു, ആരും കൂടില്ല. ദൈവപ്രവൃത്തി അനുഭവിച്ച ഇവൻ തനിയെ നിൽക്കുകയാണ്. വേറെ ആരുടെയും സഹായം തനിക്കില്ല. തന്റെ കൂടെ നാട്ടുകാരില്ല, അവർക്ക് ചോദ്യമേ ഉള്ളൂ. പരീശന്മാരില്ല, അവർക്ക് ചോദ്യമേ ഉള്ളൂ. വീട്ടുകാരില്ല, അവർക്ക് പേടിയ നാട്ടുകാരെയും പരീശന്മാരെയും. അതുകൊണ്ട് അവർ പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ അവരും അവന്റെ സൈഡിൽ നിന്നില്ല. പക്ഷെ ഇവൻ ഒറ്റയ്ക്ക് സത്യത്തിന് വേണ്ടി നിന്നു. അവൻ ഒറ്റയ്ക്ക് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നു. താൻ അനുഭവിച്ച ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവൻ ഏകനായി ഇവിടെ എല്ലായിടത്തും നിന്നു. അവസാനത്തെ വാക്ക് നാം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ അവസാനത്തെ ചിന്തയിലേക്ക് വന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന് 35 ഭാഗങ്ങൾ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അപ്പോൾ യേശു അവനെ കണ്ടു, യേശു അവനെ തൊട്ടു, യേശു അവന്റെ അവസ്ഥ അറിഞ്ഞു, യേശു അവന് സൗഖ്യം പ്രദാനം ചെയ്തു. പക്ഷെ ഇന്ന് യേശു അവനെ കുറിച്ച് മറ്റൊരു വാർത്ത കേൾക്കുന്നു, അവനെ പുറത്താക്കി. അവനെ പുറത്താക്കി എന്ന് കേട്ടപ്പോൾ യേശു താൻ തന്നെ ഇപ്പോൾ ആ ഇനിഷ്യേറ്റീവ് എടുത്ത് അവനായിരിക്കുന്ന ഇടത്തേക്ക് കടന്നു എന്ന് അവനെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യേശു അവനെ കണ്ടാൽ മതി അവന്റെ വിടുതലിന്. പക്ഷെ ഇന്ന് യേശുവിന്റെ സാക്ഷ്യം വഹിച്ചു നിന്ന ഈ മനുഷ്യന്റെ അടുക്കലേക്ക് യേശു ചെന്നിട്ട് പറയുന്നു, ഇതാ നിന്നെ ഞാൻ കണ്ടാൽ മാത്രം പോരാ, നീ എന്നെ കാണണം. ദൈവം തന്റെ വെളിപ്പെടുത്തൽ അവന് നടക്കുകയാണ്. അവനെ ധൈര്യം കൊടുക്കാൻ, അവനെ ശക്തീകരിക്കാൻ, ഇന്നലത്തെ അവസ്ഥ മാറ്റി അവനെ ഒരു സാക്ഷിയാക്കി എല്ലായിടത്തും നിർത്തുക മാത്രമല്ല, അവന് ഒരു വെളിപ്പാട് കൊടുത്ത് സ്വയം വെളിപ്പെട്ട് അവനെ ധൈര്യപ്പെടുത്തി അടുത്ത ലെവലിലേക്ക് അവനെ ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുരുട്ട് കണ്ണുകളെ തുറക്കുക മാത്രമല്ല, അവനെ ഒരു സാക്ഷിയാക്കുക മാത്രമല്ല, മറിച്ച് അവന്റെ കാഴ്ചപ്പാടിന് ഒരു വ്യക്തത കൽപ്പിച്ച് അവനെ പുതിയ തലത്തിലേക്ക് ഇറക്കുവാൻ സ്വർഗം അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി മുഖാന്തരമാക്കി മാറ്റി. ഇന്ന് രാത്രി പ്രതികൂല അനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിയുന്നതിന് നമ്മുടെ പ്രതിസന്ധികൾ കാരണമാണ്. ദൈവിക വിടുതലുകൾ അനുഭവിക്കുന്നതിന്, വ്യക്തിപരമായ സ്പർശനം ലഭിക്കുന്നതിന്, വ്യക്തിപരമായ ചില അനുഭവങ്ങൾ നേടുന്നതിന് നമ്മുടെ പ്രതിസന്ധികൾ കാരണമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് സ്വർഗം നമ്മെ കൊണ്ടുപോകുന്ന ഒരു അടുത്ത ലെവലുണ്ട്. അതെ, അവനോട് ചേർന്ന് അവനിൽ നിന്ന് ചിലർ പ്രാപിച്ച് ഒരു വ്യക്തമായ ദർശനം പ്രാപിച്ച് എന്ത് വിശ്വസിക്കുന്നു, എന്ത് പറയുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്തിനായി ജീവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് തന്ന് അടുത്ത ലെവലിലേക്ക് നമ്മെ നയിപ്പാൻ നമ്മുടെ പ്രതിസന്ധികൾ കർത്താവ് കാരണമാക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചോദ്യങ്ങളുടെ നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത്? പേടിക്കണ്ട, ഭയപ്പെടണ്ട, വേദനിക്കണ്ട, ആരും ആശ്വാസമില്ലെന്ന് ചിന്തിക്കണ്ട. കൂടെ നിൽക്കാൻ ഒരൊറ്റ വ്യക്തി പോലും ഇല്ലെങ്കിലും ഇന്ന് രാത്രി പ്രതിസന്ധി കാണുന്നവൻ പറയുന്നു, തനിയെ നിന്നോ, തനിയെ നിന്നോ, തനിയെ നിന്നോ. ദൈവപ്രവൃത്തിയെ കുറിച്ച് വിളിച്ചു പറഞ്ഞോ, ദൈവത്തിന് പ്രാപിച്ച നന്മകളെ കുറിച്ച് പറഞ്ഞോ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞോ. ഇന്ന് രാത്രി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ കണ്ടവൻ നമ്മുടെ അരികിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു പുത്തൻ ശക്തി പകരാൻ, ഒരു പുത്തൻ ബലം പകരാൻ, ഒരു പുത്തൻ കൃപ പകരാൻ. ഇന്നലത്തെ അവസ്ഥയിലല്ല, ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എന്ന് പറയാനല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത ദിവസം
ദിവസം ആരെങ്കിലും അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഇല്ല, ഞാൻ കേട്ടത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ പറയുന്ന ആരെ കുറിച്ചാണെന്ന്. സൗഖ്യം പ്രാപിച്ചവനെ ഞാൻ കണ്ടു കഴിഞ്ഞു, അവന്റെ വിടുതൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇന്നെന്റെ പുറമേയുള്ള കണ്ണിൽ മാത്രമല്ല, എന്റെ അകക്കണ്ണിലും ആ അത്ഭുതം നടന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, ഇന്ന് രാത്രി ഉത്തരവില്ലാത്ത വിഷയങ്ങളുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് ഇറക്കി വെക്കാം. അതെ, മറുപടി ലോകത്തോട് പറയാൻ നാം പോകല്ലേ. ഇന്ന് രാത്രി ഉത്തരം ഏതെങ്കിലും ജീവിതത്തിന്റെ ആ പരാജയങ്ങൾ നിമിത്തം നാം വേദന സഹിക്കുന്നവരെങ്കിൽ അതിന്ന് രാത്രി സെറ്റിൽ ചെയ്യുവാൻ നമുക്ക് സമയമുണ്ടാകണം. എന്നാൽ നാം സെറ്റിൽ ചെയ്യാനുള്ളതെല്ലാം സെറ്റിൽ ചെയ്തു, എന്നിട്ടും നമ്മുടെ പ്രശ്നം അങ്ങനെ നിലനിൽക്കുന്നു എങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പറയുന്നത് അവന് മഹത്വമെടുക്കാനുണ്ട്. വിട്ടുകൊടുക്കുക അവന്റെ കരത്തിലേക്ക്, അവൻ മഹത്വമെടുക്കട്ടെ. ഒരു മനുഷ്യനോട് അതിന് മറുപടി പറയാൻ നാം പോകല്ലേ. ഇന്ന് രാത്രി ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കാം നിൽക്കുന്നത്, മറിച്ച് 10 ചോദ്യം ചോദിച്ച് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ നാം ശ്രമിക്കല്ലേ. ഒന്ന് പറയുന്നവരോട് 10 മറുപടി പറഞ്ഞ് എങ്ങനെയെങ്കിലും ജയിക്കാൻ നാം ശ്രമിക്കല്ലേ. ഇന്ന് രാത്രി ഓർക്കുക, എവിടെയൊക്കെ നാം പറയാൻ പോകുന്നോ അവിടെയൊക്കെ സ്വർഗത്തിന്റെ വാ നാം അടയ്ക്കുന്നു. എന്നാൽ എവിടെയൊക്കെ നാം മൗനമായിരിക്കുന്നോ സ്വർഗം ശബ്ദം ഉയർത്തും. വെറും ശബ്ദമല്ല, ചില വിടുതലിന്റെ ശബ്ദം, ദൈവപ്രവൃത്തിയുടെ ശബ്ദം. നാളുകളായി ഒരുപക്ഷെ സ്വയപരിശ്രമത്തിലൂടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നാം ശ്രമിച്ച് പരാജയപ്പെട്ടവരെങ്കിൽ ഇന്ന് രാത്രി കർത്തുകരത്തിലേക്ക് ഏൽപ്പിക്കുക. അതെ, നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത നിന്നയുടെ അനുഭവങ്ങൾ ഇന്ന് രാത്രി വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും മാറി നിന്നാലും കൂടെ വരുന്ന ഒരുവൻ, സകലരും പുറത്താക്കുമ്പോൾ അടുത്തു വരുന്ന ഒരുവൻ, സകലരും തള്ളിക്കളയുമ്പോൾ ചോദ്യങ്ങൾ പുറകെ ചോദ്യങ്ങൾ ചോദിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി അടുത്തു വരുന്ന സർവശക്തൻ വീണ്ടെടുപ്പുകാരൻ ഇന്ന് രാത്രി ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന ദൈവപൈതലേ, നിന്റെ ചാര നിൽപ്പുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം നിന്റെ അരികിലുണ്ട്. ദൂരത്തെങ്ങും അവനെ അന്വേഷിച്ചു പോകണ്ട. നിന്റെ അവസ്ഥ കണ്ട് അറിയുന്ന ഒരുവൻ, പലർക്കും ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ മാത്രം കഴിയുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ അറിയുന്നവൻ നമ്മുടെ സമീപത്തുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവനോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്നവരാണെങ്കിൽ, എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കുന്നവരാണെങ്കിൽ, ഇല്ല, അങ്ങനെ ആ ചോദ്യം ഇനി ആവർത്തിക്കല്ലേ. നമുക്ക് തിരിച്ചൊന്ന് പറയാൻ, കർത്താവേ, എപ്പോഴാ നിന്റെ വിടുതൽ, എപ്പോഴാ നിന്റെ വിടുതൽ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് രാത്രി എന്റെ സഹോദരി, ഈ കൂട്ടായ്മ എന്റെ സഹോദരിയുടെ വിടുതലാണോ? ഇന്ന് രാത്രിത്തെ കൂട്ടായ്മ എന്റെ സഹോദരന്റെ വിടുതലാണോ? ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയുടെ രാത്രിയാണോ? കർത്താവേ, നീ വിടുവിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചോദ്യങ്ങളുടെ നടുവിലാണ് നാം നിൽക്കുന്നതെങ്കിൽ, ഇല്ല, ഇനി മറുപടി നാം പറയല്ലേ. കർത്താവിന് അവസരങ്ങൾ വിട്ടുകൊടുക്കുക. ദൈവം സംസാരിക്കട്ടെ, ദൈവം ഇടപെടട്ടെ. നാളെ സംസാരിക്കാൻ ദൈവം നമുക്ക് അവസരം തരും. നാളെ ചിലത് വിളിച്ചു പറയാൻ ദൈവം നമുക്ക് അവസരം തരും. മാത്രമല്ല, നാം നമ്മെ കണ്ട ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം മാത്രം പറഞ്ഞു പോകുകയല്ല, നാം കണ്ട ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും. ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് അല്പസമയങ്ങൾ നാം ഈ സമയത്ത് വേർതിരിക്കുന്നു. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസനിൽ പങ്കുവെക്കുവാൻ ദൈവമക്കൾക്കുണ്ടെങ്കിൽ പേര് പറയണമെന്നില്ല. ദൈവസനിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ദൈവസനിൽ പ്രസ്താവിക്കാം. അല്ല എങ്കിൽ ദൈവമക്കൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. വേഗത്തിൽ ആർക്കെങ്കിലും ദൈവസനിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ ഫോണിലൂടെ ഇപ്പോൾ അത് സംസാരിക്കാം. അല്ല എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റർ, എനിക്ക് ഒരു അൺസ്പോക്കൺ വിഷയമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. വേറെ ആരെങ്കിലും? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ നാം ഒരുമിച്ചായിരിക്കുന്നു. പ്രാവശ്യം ആവർത്തിച്ച് പ്രസ്താവിച്ചതുപോലെ മുഖം കൊണ്ട് നാം പരസ്പരം കാണുന്നില്ലെങ്കിലും നാം കണ്ടാലും നമുക്കറിയാൻ കഴിയാത്ത ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് തിങ്ങി നിൽക്കുന്നതായിട്ടുള്ളപ്പോൾ ഇന്ന് പകലിൽ എന്നെ നമ്മുടെ ഈ പട്ടണത്തിലുള്ള ഒരു സഹോദരൻ മറ്റൊരാവശ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എങ്ങനെയുണ്ടായ, സന്തോഷമായിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, എന്തോ പാസ്റ്ററെ, ഇങ്ങനെ പോകുന്നു, പ്രശ്നങ്ങളല്ലേ, വിഷയങ്ങളല്ലേ, ഭാരങ്ങളല്ലേ, പിന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എത്ര സൗകര്യങ്ങൾ, എത്ര സാഹചര്യങ്ങൾ ജീവിക്കുന്നു പറഞ്ഞാലും ഒരുപക്ഷെ നമുക്ക് പറഞ്ഞ് പരിഹരിപ്പാൻ കഴിയാത്തതും വിശദീകരിപ്പാൻ കഴിയാത്തതുമായ
ധാരാളം പ്രശ്നങ്ങൾ, വേദനകൾ നമ്മുടെ അകത്ത് നമ്മുടെ ജീവിതത്തെ മതിക്കുന്നതായിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മതിയായതാ. അവൻ നമ്മെ വെറുതെ കാണുന്നവനല്ല, നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ സാഹചര്യം നന്നായി മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലൂടെ ഈ സമയത്ത് കടന്നു പോകുന്ന ചിന്തകളെ പോലും വിവേചിച്ച് നന്നായി അറിയുന്ന സർവശക്തന്റെ പാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ആകയാൽ നമ്മെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നമ്മുടെ വിഷയങ്ങളെ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കി നാം ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾ തൃപ്പാദപീഠത്തോട് അടുത്തു വരുന്നു. അവിടുത്തെ എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിൽ ആരും ഞങ്ങളെ കാണാതിരുന്നപ്പോൾ സകലരുടെയും ദൃഷ്ടിയിൽ ഞങ്ങൾ വിടക്കണ്ണുകളായി എണ്ണപ്പെട്ട് കർത്താവെ അവർ ഞങ്ങളെ വിടക്കണമെന്ന് എണ്ണി ലോകത്തിൽ നിന്ദ്യമായ അനുഭവങ്ങളിൽ കർത്താവെ നിരാശയുടെ, വേദനയുടെ, മറുപടിയില്ലാത്ത വിഷയങ്ങളുടെ കർത്താവെ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ അങ്ങ് ഞങ്ങളെ കണ്ട ദൈവത്തിന്റെ പ്രവർത്തികൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ കടന്നു പോകാതെ ഞങ്ങൾക്ക് വേണ്ടി നിന്നത് ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിഷയത്തിൽ അവിടുത്തെ ഇടപെടിയിൽ കൽപ്പിച്ചത് നന്ദിയോട് ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവിക വിടുതലുകളും ഇന്ന് രാത്രി ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ പിന്നിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിന്ന ചില സന്ദർഭങ്ങൾ മറന്നു കളയാൻ കഴിയാത്തതുണ്ട്. ലോകത്തിൽ മറ്റുള്ളവർ ചോദ്യം ഉന്നയിച്ചപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു ഉത്തരവും കാണാതെ ഞങ്ങൾ കർത്താവെ ശാന്തമായിരുന്ന നിമിഷങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ആ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളുടെ കാതുകൾ മുഴങ്ങുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമായ, നിരാശയ്ക്ക് കാരണമായ, വേദനയ്ക്ക് കാരണമായ, തലയുയർത്തുവാൻ കഴിയാത്ത വിഷയങ്ങളായി ഭവിച്ചതിനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തിയാക്കി മാറ്റി ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ അങ്ങേക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ലോകത്തിന്റെ കർത്താവെ ചിന്താഗതിക്ക് വിരുദ്ധമായി ഞങ്ങളെ ആഴമായി സ്നേഹിച്ച ദൈവസ്നേഹത്തിന് ഞങ്ങൾ വീണ്ടും ഇന്ന് രാത്രി നന്ദി പറയുന്നു. ഞങ്ങളെ വിടുവിച്ച ദൈവിക വിടുതലുകൾക്കായി, ദൈവപ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പക്ഷെ ഇന്ന് രാത്രിയിലും അനേക ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾ പലരും മറുപടി പറയേണ്ടുന്നവരാണ്. ഞങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കർത്താവെ നിന്റെ കരത്തിലേക്കെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി മറുപടി പറയുന്നത് കൊണ്ട്, സ്വർഗത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി സ്വർഗം മറുപടി പറയാൻ എഴുന്നേറ്റാൽ അത് വെറും ശബ്ദമല്ല, അതൊരു പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ദൈവത്തിന്റെ ഇടപെടിയിലാണെന്ന് അറിയുന്നു. അത് അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന നിമിഷങ്ങളാണെന്ന് അറിയുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമാണെന്ന് അറിയുന്നു കർത്താവെ. തൃക്കരത്തിലേക്ക് നിന്റെ മക്കളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ തന്നെ മറുപടി പറഞ്ഞ് ഞങ്ങളുടെ ആത്മീയ വിടുതലുകളെ നഷ്ടമാക്കുവാൻ, ഞങ്ങളെ ആരെയും പിശാചി ഞങ്ങളുടെ ചിന്തകളെ വശീകരിച്ചു കളയുവാൻ അനുവദിക്കാതെ ദൈവകൃപയിൽ കാത്ത് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി കർത്താവിന് സംസാരിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളെ അങ്ങയുടെ പ്ലാറ്റ്ഫോമാക്കി, അങ്ങ് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പ്രയലായിരിക്കുന്ന എല്ലാവരെയും സുഖം സഹായിക്കണമേ. ദൈവം കൊണ്ട് എല്ലാവരെയും മൂടണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുകയും അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ, ദൈവിക സാക്ഷ്യം പറയാൻ കഴിയുന്ന ഇന്നത്തെ മൗനം ഭഞ്ജിച്ച് കർത്താവെ, ഇന്നത്തെ ആ മൗനം ഭേദിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായി ദൈവത്തിന്റെ ജനതയില്, ദൈവസന്നിധിയില്, ദൈവനാമഹത്വത്തിനായി ചില സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കാൻ കഴിയുന്ന ചില ദൈവിക ഇടപെടലുകൾ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നസ്രനായ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് ഇന്ന് രാത്രി അവിടുത്തെ ദാസനാകുന്ന അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളുകളായി നിന്റെ മക്കൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് നീ മഹത്വത്തോടെ വെളിപ്പെട്ടുകൊണ്ട് നിന്റെ ജനം കർത്താവിന്റെ മുമ്പില്, ലോകത്തിന്റെ മുമ്പില് ചില സാക്ഷ്യം പറയുന്ന, മറുപടി പറയുന്ന, യേശുവിനെ ഉയർത്തുന്ന അത്ഭുതത്തിന്റെ പ്രവൃത്തിയാക്കി നിന്റെ ജനത്തെ ഏവരെയും മാറ്റണമേ കർത്താവ്. ഇന്ന് രാത്രി ദൈവത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെട്ട് ആ കർത്തദാസിക്കായിട്ട് തന്റെ കർത്താവെ കുടുംബത്തിനായി, വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നീ കൽപ്പിക്കണമേ. ദൈവമഹത്വം നീ വെളിപ്പെടുത്തണമേ കർത്താവെ. നിന്റെ കരം ഇന്നു രാത്രി നിന്റെ മകൾക്ക് വേണ്ടി ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവപ്രവൃത്തി ദൈവം അയച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതേ കർത്താവെ, ഞങ്ങൾക്ക് വ്യക്തിപരമായ ദർശനം, വ്യക്തിപരമായ കാഴ്ചപ്പാട്, വ്യക്തിപരമായ കൺഫർമേഷൻ, ജീവിതത്തിൽ കർത്താവിനെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് കർത്താവ് ഊഹാഭോഗങ്ങളല്ല, വ്യക്തിപരമായി യേശുവിനെ ദർശിച്ച സാക്ഷ്യം പ്രസ്താവിപ്പാൻ
സ്വർഗം ഞങ്ങളെ തുടർന്നും സഹായിക്കേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയലനെ പിന്നെയും അനുഗ്രഹമാക്കണമേ. ഇത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസത്തിനും വിടുതലിനും കാരണമാക്കണമേ. സകല പുകഴ്ചയും മഹത്വവും ആരാധനയും ഞങ്ങളുടെ അപ്പച്ചന് തന്നെ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ നാമം പിന്നെയും ഉയരട്ടെ. അങ്ങ് ഞങ്ങളുടെ മഹത്വം എടുക്കണമേ. രാജ്യവ്യാപ്തിക്ക് സകലവും കാരണമാക്കണം. പ്രാർത്ഥനയോടെ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കർത്താവ് എല്ലാ ദൈവത്തിന്റെ മക്കളെയും അനുഗ്രഹിക്കുകയും ദൈവകൃപ കൊണ്ടും ദൈവിക ബലം കൊണ്ടും ദൈവിക നന്മകൾ കൊണ്ടും നിറച്ച് കർത്താവിന്റെ പ്രവൃത്തിയിൽ ദൈവനാമഹത്വത്തിനായി നിർത്തി കർത്താവ് തന്നെ മഹത്വം എടുക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രയലിന് നടത്തിപ്പുകാർക്ക് കർത്താവിന്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ദാസന് വളരെ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കും